ഈ എപ്പോഴും ഒരേപോലെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇത്തവണത്തേക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാൻ ഇതൊന്ന് സേവ് ആക്കി വെച്ചോ കേട്ടോ. അപ്പോൾ ആദ്യം ചെറിയൊരു പൊട്ടിക്കാത്ത ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളത്തിലിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടൊരു 20 മിനിറ്റ് ഇനി ചൂടൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ടോഫി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കാം. ഇനി ഇത്തിരി നെയ്യൊഴിച്ച് ചൂടായ പാനിൽ 1 കപ്പ് റോസ്റ്റഡ് സേമിയ ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് ആണെങ്കിൽ പോലും 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് ആ സേമിയ പകുതിയോളം വെന്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ നമ്മുടെ ടോഫിയിലേക്ക് ഒരിത്തിരി കാച്ചിയ പാലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് വെന്ത് വന്ന സേമിയയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരിത്തിരി മാത്രം ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത്തിരി കൂടെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കാച്ചിയ പാലൊഴിച്ച് ലാസ്റ്റ് ഒരിത്തിരി നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടാണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയ ഒരു പായസം കുടിക്കാൻ. എല്ലാവർക്കും ഇഷ്ടാവും, ഞാൻ ഉറപ്പ് തരാം. ഈ ഓണത്തിന് ഇങ്ങനെ ആയിക്കോട്ടെ, സെറ്റ് സാധന.